ഇപ്പം ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളെ അറിയേണ്ടതുപോലെ അറിയുവാനും ഗുരുവിൻ്റെ ദർശനത്തെ ഗുരു എന്താണോ നമ്മളോട് പറഞ്ഞു തന്നത്, അല്ലെ എങ്ങനെയായിരിക്കണം ഗുരുവിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം എന്നൊക്കെ അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള വേദികളിൽ ഗുരു ധർമ്മ പ്രഭാഷണങ്ങൾ, ഗുരുവിൻ്റെ കൃതികൾ ഒക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ നാരായണ ഗുരുദേവനെ നമ്മൾ എങ്ങനെയാണ് അറിയേണ്ടത്? ഇപ്പം ഇവിടെ തന്നിരിക്കുന്നത് ജ്ഞാനസ്വരൂപനായ പരംപൊരുൾ എന്നാണ്. ജ്ഞാനം തന്നെ സ്വരൂപമായി, അറിവ് തന്നെ സ്വരൂപമായി തീർന്ന ഒരു മഹാഋഷിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, അറിയുമ്പോൾ ഗുരുവിനെ അറിയാൻ നമ്മുടെ മുന്നിൽ പല വഴികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഗുരുവിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന ഗുരുദേവ കൃതികൾ പഠിക്കുക, ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുക, ഗുരുവിനെക്കുറിച്ച് ഗുരു സശരീരനായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഗുരുവിൻ്റെ ശിഷ്യസത്തമന്മാർ എഴുതി വച്ചിരിക്കുന്ന, അല്ലെ നമുക്ക് പറഞ്ഞു തന്ന ഗുരുദേവ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക. ഇങ്ങനെ കുറേ മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിലൂടെ ഒരു തീർത്ഥയാത്ര പോവുക. ഇങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ വേദികളിൽ പറയുന്നത് പോലെ തന്നെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള ആ ഒരു ഉടുപ്പ് മാത്രം ഇട്ടുകൊണ്ട് ഗുരുവിനെ കാണുന്ന രീതിയിൽ നിന്ന് മാറി നാരായണ ഗുരുദേവൻ ആരല്ല എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ആരല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള നമ്മുടെ ജീവിതഘട്ടങ്ങളെ എങ്ങനെ വേണമെന്നൊരു മഹാഗുരു ഇവിടെ പറഞ്ഞു തന്നു. ഇനി ഗുരു ആരാണ് എന്ന് വെളിപ്പെടുത്തി തരുന്ന ഗുരുവിൻ്റെ കൃതികളിൽ ഗുരു പറയും, പങ്കാരും പറ്റുവാനില്ല ഇരവ് പകലിരുന്നീച്ചയും തേനുറിഞ്ചും ഝങ്കാരം പോലുമില്ലിങ്ങിതിനെ ഇനിമയോടെ ആസ്വദിച്ചിടുവാൻ വാ. ഗുരു അനുഭവിച്ച ആത്മാനന്ദ രസത്തെ അനുഭവിക്കാൻ ഗുരു നമ്മളെ ഇവിടെ മാടി മാടി വിളിക്കുകയാണ്. അപ്പൊ നമുക്കെന്നിട്ട് അതൊന്നും വേണ്ട. ഗുരുവിൻ്റെ ആത്മാനന്ദ നിർവൃതിയുടെ ആ അനുഭൂതിയിൽ നിന്നുകൊണ്ട് ഗുരുവിൻ്റെ കൃതികളെ പഠിക്കുമ്പോഴാണ് ആ ആത്മസാക്ഷാത്കാരം നേടിയ ഗുരുവിൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു കോടി ദിവാകരൊത്തുയരും പടിപാരോട് നീരനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നും ഇരുന്ന് വിളങ്ങിടണം. ഒരു കോടി ദിവാകരന്മാര് ഒന്നിച്ചുദിച്ചുയർന്നാൽ എങ്ങനെയാവുമോ അതുപോലെ ആയിരുന്നു ആത്മസാക്ഷാത്കാര വേദി ആ ഒരു അനുഭൂതി ഉണ്ടായപ്പോഴെന്നാണ്. നമ്മൾക്കറിയാം, വാരണപ്പള്ളിയിലെ പഠനമൊക്കെ കഴിഞ്ഞ് നാരായണ ഗുരുദേവൻ മരുത്വാമലയിലേക്ക് കയറിപ്പോകുമ്പോൾ, അങ്ങോട്ട് കയറിപ്പോയത് നാണുവാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നാരായണ ഗുരുവാണ്. അപ്പോൾ മരുത്വാമലയിലെ ആ തപസ്സിൻ്റെ സമയത്ത് ലോകോപകാരാർത്ഥം ഒരു ദിവസം കൊണ്ട് എഴുതി തീർത്തതാണെന്ന് പറയും ശിവശതകം എന്ന് പറയുന്ന കൃതി. അപ്പോൾ ആ ശിവശതകം കൃതിയിൽ പറയും, മലയതിലുണ്ട് മരുന്ന് 3 പാമ്പും പുലിയും അതിന്നിരുപാടുമുണ്ടു കാവൽ പുലയനെടുത്തു ഭുജിച്ച് പാതി ഇന്നും വിലസതി നീയുമെടുത്തു കൊള്ളുക നെഞ്ചേ. നമുക്ക് രണ്ടർത്ഥത്തിൽ അത് പറയാം. മലയതിലുണ്ട് മരുന്ന് 3, പാമ്പും പുലിയും അതിന്നിരുപാടുമുണ്ട് കാവൽ എന്ന് പറയാം. അല്ലെങ്കിൽ 3 പുലിയും പാമ്പും ഉണ്ട് എന്നുള്ള പല തരത്തിലുള്ള അർത്ഥങ്ങൾ പറയുമ്പോൾ സച്ചിദാനന്ദമാകുന്ന, അല്ലെ സത്ത് ചിത്ത് ആനന്ദമാകുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്ന പാമ്പും പുലിയും, കാമവും ക്രോധവും ആകുന്ന പാമ്പും പുലിയും ആ മരുന്നിനെ എടുത്ത് ഭുജിക്കാൻ നമുക്ക്
അനുവദിക്കാതെ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുക. അപ്പൊ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ എത്രയൊക്കെ പറഞ്ഞാലും മായാ മറ മൂടിയിരിക്കുന്നിടത്തോളം കാലം ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാണാനോ അനുഭവിക്കാനോ ഇപ്പൊ അനുഭവം ഉണ്ടായ ഒരു ഗുരുവിൻ്റെ വാക്കുകളാണ്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്കത് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗുരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. വാരണപ്പള്ളി തറവാട്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഭഗവാന്റെ ദർശനം ഉണ്ടായപ്പോൾ പറഞ്ഞു, മായാമൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. മായയുടെ മൂടുപടം മാറിയപ്പോൾ ഉള്ളിൽ തെളിയുന്ന ഭഗവത് ചൈതന്യത്തെ ഇതാ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുമ്മംപിള്ളി രാമൻപിള്ള ആശാനോട് വിവരിക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പൊ മായയുടെ മൂടുപടം അന്നേ ഗുരുവിൽ നിന്ന്, ഗുരുവിന്റെ ജനനം മുതൽ തന്നെ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോഴറിയാം എത്രയെല്ലാം അത്ഭുതങ്ങളാണ് ഗുരുവിന്റെ ജീവിതത്തില് ഇപ്പം ഉണ്ടായി വന്നപ്പോൾ തന്നെ, അല്ലെ പ്രസവിച്ച സമയത്ത് തന്നെ കരയാത്ത കുഞ്ഞാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് കരയാത്ത കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, താൻ ആരെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വന്ന ഒരു ജീവന് പിന്നെ ഇവിടെ കരയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഗുരുവിന്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു എന്ന് സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയും, കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി. എന്ന് വെച്ചാല് നമ്മളെ പോലെ വരുന്ന സാധാരണ ജനങ്ങള് കഷ്ടം ദീനം പിടിച്ചും മതിരയത് കുടിച്ചും ഇവിടെ കിടക്കുകയാണ്. അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മളുടെ പൂജാവിധാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാം, നമുക്ക് സാത്വികമായിട്ടുള്ളൊരു മൂർത്തിയോ ആരാധനയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു ജനതയെ അവിടുന്ന് കൈപിടിച്ച് കൊണ്ടുവന്ന് അരുവിപ്പുറത്തെ ശങ്കരൻകുഴിയുടെ അഗാധതയിൽ നിന്ന് ശിവലിംഗ സമാനമായിട്ടുള്ള ഒരു ശില എടുത്തുകൊണ്ടുവന്ന് മറ്റൊരു ശിലയോട് ചേർത്ത് വെച്ചിട്ട് ആദ്യമായി നമുക്കൊരു ശിവനെ തന്നു, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താന്ന് ചോദിച്ചാല് എന്നായിരുന്നു 1888 ശിവപ്രതിഷ്ഠയോടുകൂടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയേണ്ടി വരും. കാരണം അതുവരെ നമുക്ക് ഈ നല്ല മൂർത്തികളൊന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ചാത്തനും ചാമുണ്ടിയും പേയും പിശാചും ഒക്കെ അടങ്ങുന്ന ദുർമൂർത്തികളെ ആരാധിച്ചിരുന്ന നമ്മുടെ മുന്നിലേക്ക് ഒരു സത്മൂർത്തിയെ തന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഇതാണ് കേട്ടോ, ആരാണ്? ശിവൻ, അല്ലെ? ശിവൻ വന്നാൽ എന്തായി? എല്ലാം മംഗളകരമായി എന്നാണ്.